അപ്പോൾ വെച്ചാൽ പറയാൻ വന്നു നമ്മളെന്തായാലും മൈൻഡ് ക്രാഫ്റ്റിൽ വൺ ബ്ലോക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്തായാലും വൺ ബ്ലോക്കിൻ്റെ ഒരു കളിയായിരിക്കും ഇനി കാണാൻ പോകണത്. എന്തായാലും നമുക്കിനി എന്തായാലും മൈൻഡ് ചെയ്ത് തുടങ്ങാം. എന്തായാലും ഫുള്ളും ഡേട്ടാണ്. എന്തായാലും നമുക്ക് കുഴപ്പമില്ല. ഫസ്റ്റ് ലെവൽ ഇങ്ങനെ തന്നെ അടുത്ത മരം കിട്ടിയിട്ടുണ്ട്. സീനാണ്. നമ്മളിവിടെ ഒരു ബിൽഡിംഗ് അങ്ങ് പണിയും കഴിച്ചു. നമ്മളെ സാമ്രാജ്യമാണ് ഇനി. നമ്മൾക്ക് ആകെ ഇനി ഒരൊറ്റ ബ്ലോക്കുള്ളൂ. ഇനി നമ്മൾ അതിന് എല്ലാം ഉണ്ടാക്കിയെടുക്കണം. അതാണ് ഇനി കളി വൺ ബ്ലോക്ക് പറഞ്ഞാൽ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഗൈസ്. ഓക്കെ, അന്യൻ്റെ മുതൽ ആഗ്രഹിക്കരുത് ഗൈസ്. ഓക്കെ, പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പിന്നെ ആ ലൈക്കും കൂടെ അടിച്ച് പൊളിക്ക്. എന്തായാലും നമുക്ക് എന്തായാലും ചെസ്റ്റ് കിട്ടിയിട്ട് അറിയാതെ ക്രൗച്ച് ചെയ്തിട്ട് നെക്കിപ്പോയി. അപ്പോൾ മരം അവിടെ വീണുപോയി. എന്തായാലും നമുക്ക് ഇനി ഇതൊന്ന് തുറന്ന് നോക്കി നോക്കാം എന്തൊക്കെ കിട്ടും. ആപ്പിള് മരത്തിൻ്റെ സാപ്ലിങ്സും കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ കളയാതെ എടുത്ത് വെച്ചേക്കാം, ആവശ്യം വരും. എന്തായാലും നമുക്ക് ഈ ചെസ്റ്റ് അങ്ങോട്ട് മെല്ലെ പൊളിച്ചെടുക്കാം. വേറെ അവിടെ വച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. എന്തായാലും നമുക്കങ്ങ് പൊളിച്ചെടുക്കാം. എന്തായാലും പൊളിച്ചാലുള്ള അടുത്ത ബ്ലോക്ക് വരുള്ളൂ. എന്തായാലും നമ്മൾ ഫുള്ള് മരം ഡേട്ട് അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ മോനെ എന്തോ വന്നല്ലോ, കോഴി അതാ പോണേ. അയ്യോ, പറന്ന് പാവം അറിയണില്ലല്ലോ മരണത്തിലേക്കാണ് പോകണതെന്ന്. എന്തായാലും പോവുകയാണ് കോഴി. എന്തായാലും നമുക്കെന്തായാലും മരം പൊളിക്കാം ഗൈസ്. ഓക്കെ, എന്തായാലും ഇങ്ങനെ പൊളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ചെസ്റ്റ് വന്നിട്ടുണ്ട്. എൻ്റെ മോനെ സീന് അടുത്ത ചെസ്റ്റ്. വെള്ളം കിട്ടിയിട്ടുണ്ട്. വെള്ളം അടിപൊളി. ബക്കറ്റും കിട്ടിയിട്ടുണ്ട്, വെള്ളം കിട്ടിയിട്ട് സെറ്റായി. പകുതിയോളം സെറ്റായി. പകുതി അല്ലെങ്കിലും കുറച്ചൊക്കെ സെറ്റായി. എന്തായാലും നമുക്ക് ഇനി ഇങ്ങനെ പൊളിക്കാം. വേറെ പരിപാടിയൊന്നുമില്ലല്ലോ, ഇങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കാം ഗൈസ്. ഓക്കെ, എന്തായാലും ഇങ്ങനെ പൊളിക്കുകയാണ്. വേറെ ഒന്നും കിട്ടണില്ല. ഫുള്ളും ഡേട്ടാണ്. ഡേട്ട്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. എന്തൊക്കെ പൊട്ടണൊക്കെ ഉണ്ട്. എന്തായാലും നമുക്കെന്തായാലും പൊളിക്കാം. കുഴപ്പമില്ല. നമുക്കെന്തായാലും ഇങ്ങനെ പൊളിച്ച് എൻ്റെ മോനെ സീനാണ് കേട്ടോ അത്. എത്ര നേരം പൊളിക്കണം, എത്ര നേരം ഗ്രൈൻഡ് ചെയ്യണം. എന്തോ അത് കിട്ടിയിട്ടുണ്ട്. എന്തോ പോട്ടെ ഇതെന്താ മരം കിട്ടിയിട്ടുണ്ട്. എൻ്റെ മോനെ പൊളിക്കട്ടെ. ഇനി എന്തേലൊക്കെ കിട്ടും. അതാ എന്താ പോയത്, പശുവല്ലേ? അതും പോയി, പശുവും പോയി. ഈ നമ്മളെന്തായാലും ഫസ്റ്റ് ബ്ലോക്ക് മാറ്റി വെച്ചിട്ടുണ്ട് വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട്. നമുക്ക് ആദ്യമായിട്ട് കിട്ടിയൊരു ബ്ലോക്കല്ലേ മരത്തിൻ്റെ, അപ്പോൾ അതുകൊണ്ട് അങ്ങ് മാറ്റി വെച്ചതാണ്, വേറെ ഒന്നുമല്ല. എന്തായാലും നമുക്കിനി ആപ്പിളും കുറച്ചൊക്കെ ചെസ്റ്റിക്ക് എടുത്ത് വെക്കാം, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു ഗൈസ്. ഓക്കെ, നമുക്ക് ഇത്രയും നേരം ഗ്രൈൻഡ് ചെയ്തൊക്കെ വെറുതെ. എന്തായാലും നമുക്ക് പ്ലാറ്റ്ഫോം ഒന്ന് കുറച്ച് വലുതാക്കാം. അത് നിൽക്കാൻ തന്നെ സ്ഥലമല്ല. ഈ പശുവൊക്കെ വന്നാൽ കണ്ടില്ലേ പോണത്, എന്താ താഴോട്ട് വീണ് പോകണം. എന്തായാലും നമുക്ക് കുറച്ചൊന്ന് വലുതാക്കാം. ഉള്ള ബ്ലോക്ക് വെച്ചിട്ട് അത്യാവശ്യം വലുതാക്കാം. എന്നിട്ട് നമുക്ക് സെറ്റാക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും 15 ഡേട്ട് ഉണ്ട്. എന്തായാലും നമുക്ക് ഇതൊക്കെ ഒന്ന് വച്ച് നോക്കാം. അത്യാവശ്യം ക്ലീനായി. നമുക്കിനി എന്തായാലും അങ്ങോട്ട് വെക്കാം. വൈവ സെറ്റായിട്ടുണ്ട്. എന്തായാലും സീനാണ്. നമ്മൾ വൺ ബ്ലോക്ക് പറഞ്ഞിട്ട് ഇപ്പോൾ അത്യാവശ്യം സെറ്റാക്കിയിട്ടുണ്ട്. ഇതെന്താ, നമുക്ക് അങ്ങോട്ട് അവിടെയാണ് ആ ബ്ലോക്കാണ് നമുക്ക് വക്കാനുള്ളത്. എന്തായാലും നമുക്കത് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും സെറ്റായിട്ടുണ്ടോ, സെറ്റായി. ഇത് മതിയെന്ന് തോന്നണോ? അങ്ങനെയല്ല, എന്നാൽ എവിടെയായിരുന്നു പൊളിച്ച ബ്ലോക്ക്? എവിടെ? ആ മരം വെച്ചതുകൊണ്ട് കാണാൻ പറ്റില്ല. ആ മരം വച്ചില്ലെങ്കിൽ കഴിഞ്ഞേനെ. ഏതെങ്കിലും ബ്ലോക്ക് വിളിച്ച് നമ്മളങ്ങ് അടിയിൽ പോയേനെ. എന്തായാലും നമുക്കങ്ങോട്ട് പൊളിക്കാം കൈസ്. ഓക്കെ, പൊളിക്ക്. എന്തായാലും നമ്മൾ പൊളിക്കുകയാണ്. ഇതെന്താ, ഇതാ മറ്റേ ബോൺ മീലിൻ്റെ സാധനമല്ലേ? അപ്പോൾ ഇത് കൈ കൊണ്ട് പൊളിച്ചാൽ ചിലപ്പോൾ കിട്ടണുണ്ടാവും. ആക്സ് ആവും ചിലപ്പോൾ ഇതിന് വേണ്ടി വരിക. എന്തായാലും നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് സ്റ്റിക്കും ഉണ്ടാക്കിയിട്ട് നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് നമുക്കൊരു ആക്സ് ഉണ്ടാക്കിയെടുക്കാം. എവിടെ ആക്സ് എങ്ങനെ ഉണ്ടാക്കണ്ടായിരുന്നു? ആക്സ് ഒരെണ്ണം കൂടെ വേണമല്ലോ. ഒലക്കയുടെ മൂട്. നമുക്കിത് എന്തായാലും പൊളിച്ചെടുക്കാം. വയ്യോ പൊളിക്കുന്നുണ്ട്. സീനാണ്. എന്തായാലും നമുക്കെന്തായാലും ഇത് പൊളിക്കാം. വേറെ പരിപാടിയൊന്നുമില്ലല്ലോ, മനസ്സിലായില്ലേ? എന്തായാലും നമുക്കിത് ഒന്നുകൂടെ എടുത്തിട്ട് ആക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്കിത് പൊളിക്കാം കൈസ്. ഓക്കെ, ഇതുമല്ല തോന്നണു, മെല്ലെ പൊട്ടണം. ചിലപ്പോൾ ഇത് കിട്ടാൻ വഴിയില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്തായാലും നമുക്ക് പിക്കാക്സും കൂടെ ഉണ്ടാക്കിയിട്ട് നോക്കി നോക്കാം. അതുതന്നെയാണോ വേറെ എന്തെങ്കിലും ആണോ നമുക്ക് നോക്കി നോക്കാം. നമ്മളെന്തായാലും പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതുതന്നെയാണ്. അപ്പോൾ അത് സുഖമായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് പംകിനൊക്കെ ഉണ്ട്, നമുക്കതൊക്കെ എടുക്കാം. നമുക്ക് വേറെ പരിപാടിയൊന്നും. കോഴി വന്നു. കോഴി മൊത്തേ പറന്ന് പോലെ കേട്ടോ. ആ സൈഡിൽ നിൽക്കും. നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരു സാധനമല്ലോ എനിക്കൊരു കൂടുണ്ടാക്കി തരാൻ വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് എന്തായാലും കുറച്ചുകൂടെ ബ്ലോക്ക് അങ്ങോട്ട് പൊളിക്കാം. വേറെ പരിപാടിയൊന്നുമില്ലല്ലോ, അങ്ങ് ബ്ലോക്ക് പൊളിക്കട്ടെ ഗൈസ്. ഓക്കെ, എന്തായാലും അത്യാവശ്യം ബ്ലോക്ക്. എൻ്റെ മോനെ അതെന്താ പന്നിക്കുട്ടൻ വന്നിട്ടുണ്ട്. എന്തായാലും പിഗിനെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് അത്യാവശ്യം ബ്ലോക്ക് പൊളിച്ച് കഴിഞ്ഞിട്ട് കാണാം.
അപ്പോൾ നമ്മളെന്തായാലും ഇവർക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് അടിയിലൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാനുള്ളൊരു പ്ലാനാണ്. ഒരു മഷ്റൂം പശുവൊക്കെ വന്നിട്ടുണ്ട് ഈ ഗ്യാപ്പിൽ. എന്തായാലും നമുക്ക് ഇനി വൈകിച്ച് കഴിഞ്ഞാൽ ഇവിടെ മൃഗങ്ങളെയും കൊണ്ട് നിറയും, വേണ്ടിയിട്ട് നമ്മളെ തട്ടിയിടും. അതുകൊണ്ട് നമുക്ക് എന്തായാലും അടിയിലേക്കൊരു പ്ലാറ്റ്ഫോം അങ്ങോട്ട് ഉണ്ടാക്കാം, എന്നിട്ട് അവരെ ഇതിൻ്റെ ഉള്ളിലേക്ക് തട്ടി അങ്ങോട്ട് കയറ്റാം ഗൈസ്. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്തായാലും അത്യാവശ്യം താഴോട്ട് നമുക്ക് ഉണ്ടാക്കാം, അത് മതിയാവും. ഇതിൽ നമുക്ക് അങ്ങോട്ട് ബ്ലോക്ക് വെച്ച് ഫില്ല് ചെയ്യണ്ട, നമുക്ക് അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ബാക്കി പണി ചെയ്യാം. എൻ്റെ മോനെ ചത്ത് അയ്യോ കയറി അങ്ങനെയൊക്കെ. എന്തായാലും നമുക്കിവിടെ ക്രൗച്ച് ചെയ്ത് നിന്നിട്ട് മെല്ലെ പണി 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 എടുക്കാം ഗൈസ്. ഓക്കെ, എന്തായാലും ഒരു ചെറിയ പ്ലാറ്റ്ഫോമാണ്, അതിനുള്ള ബ്ലോക്സൊക്കെ നമ്മളെ കയ്യിലുള്ളൂ. അപ്പോൾ ഉള്ളത് വെച്ചുകൊണ്ട് ഓണം പോലെ എന്തായാലും നമുക്ക് ഈ വെള്ളത്തിൽ കൂടെ തന്നെ കയറാം, അല്ലെങ്കിൽ ആകെ കുറച്ച് ബ്ലോക്കല്ലേ ഉള്ളൂ. എന്തായാലും നമുക്ക് വെള്ളത്തിൽ കൂടെ തന്നെ കയറാം ഗൈസ്. ഓക്കെ, എൻ്റെ മോനെ ഇപ്പോൾ പോവും മിക്കവാറും താഴോട്ട്. ദൈവമേ, പോയി ദൈവമേ, മോനെ പോയി എൻ്റെ മോനെ. ഇതേ മഷ്റൂം പശു നിൽക്കണ കണ്ടില്ലേ, കള്ളൻ, അവനൊരു അടി കൊടുത്തിട്ടുണ്ട്. എന്തായാലും താഴോട്ട് പോകേണ്ടിരുന്നാൽ മതിയായിരുന്നു. നമ്മളെന്തായാലും ആക്സും പിക്കാക്സും എടുത്തിട്ടുണ്ട്, നമ്മളിത് വെട്ടാൻ പോവുകയാണ്. പിന്നെ നമുക്ക് കുറച്ചുകൂടെ ബ്ലോക്ക് ആവശ്യമാണ് ഗൈസ്. ഓക്കെ, എന്തായാലും കുറച്ചുകൂടെ ബ്ലോക്ക്. ഇതെന്താ ചെസ്റ്റ്, ഇതിനകത്ത് എന്താ നോക്കട്ടെ. ബ്രെഡും മരവും അത്യാവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്, കുറേ ഇലയും പറയുമൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊന്നും കുഴപ്പമൊന്നുമില്ല, നമുക്ക് എന്തായാലും അതൊക്കെ എടുക്കാം ഗൈസ്. ഓക്കെ, ഇതിൽ കുഴപ്പമില്ല, നമ്മളത് സെറ്റാണ്. നമുക്ക് ഈ മൃഗങ്ങളെയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സെറ്റാണ്. ഓക്കെ, എന്തായാലും നമുക്ക് എന്തായാലും അറിയാണ്ട് അടിച്ചതോ, അത് പോയി ഒലക്ക, അത് പോയി. എന്തായാലും നമുക്ക് ഇനി അത് നോക്കി നിന്നിട്ട് കാര്യമില്ല, നമുക്ക് ഈ ചെസ്റ്റും കൂടെ അങ്ങ് പൊളിച്ചിട്ട് ബാക്കി ബ്ലോക്ക് ഗ്രൈൻഡ് ചെയ്യാം ഗൈസ്. അപ്പോൾ അത്യാവശ്യം ബ്ലോക്കായിട്ട് കാണാം. അപ്പോൾ ഇത്രയും നേരം ഗ്രൈൻഡ് ചെയ്തിട്ട് കുറച്ച് നേരം ഗ്രൈൻഡ് ചെയ്തപ്പോഴത്തേനും കുറച്ച് എന്താ അനിമൽസ് വരും, അവർ പിന്നെ താഴോട്ട് പോകും. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഉള്ള ബ്ലോക്ക് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടുത്തെ ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് ഒരു കുഴി ഉണ്ടാക്കിയിട്ട് എന്തായാലും ഇതിലോട്ടങ്ങ് തട്ടിയിടാനാണ് ഒരു പ്ലാൻ. എന്തായാലും നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കുക എത്രയും പെട്ടെന്ന്, അല്ലെങ്കിൽ വരുന്ന അനിമൽസ് മൊത്തം താഴോട്ട് പോയി. ഇപ്പോൾ ഭയങ്കര കോമൺ ആയിട്ടാണ് വരുന്നത്, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ റയറാവും. അത് കഴിഞ്ഞു. ഷീപ്പൊന്നും ഇനി വന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, കഴിഞ്ഞു. എന്തായാലും നമുക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ അടുത്ത് എന്തായാലും അധികം ബ്ലോക്ക് എന്നാലും ഇല്ല. നമുക്ക് ഇനി മുകളിൽ പോയിട്ട് ആ മരത്തിൻ്റെ ഒക്കെ എടുത്ത് വെക്കണം. എന്തായാലും നമുക്കെന്തായാലും ഇവിടത്തേക്ക് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ആവശ്യമില്ലാതെ അവിടെയൊക്കെ ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പംകിനൊക്കെ വെക്കേണ്ടി വരും, ബ്ലോക്ക് തികഞ്ഞില്ലെങ്കിൽ. പംകിൻ എടുത്ത് വെക്കാം ഗൈസ്. ഓക്കെ, ഇതിനെ കൊണ്ട് വലിയ കോണം തോലും ഉണ്ട്, ഇങ്ങനെയെങ്കിലും ഒരു കോണം ഉണ്ടായിക്കോട്ടെ. എന്തായാലും നമ്മൾ കുറച്ച് മരം ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്കെന്തായാലും ഇവിടെയും കൂടെ ഇനി അടയ്ക്കണം, എന്നാലേ സെറ്റ് ആവുള്ളൂ. പുറത്തോട്ടാണ് അടയ്ക്കേണ്ടത്. ഇപ്പം എങ്ങനെ വെക്കുക, വെള്ളമാണ്. എന്നിട്ട് നമ്മളെങ്ങനെയൊക്കെയോ ചാടി വച്ചിട്ടുണ്ട് താഴെ പോവാതെ. നമ്മുടെ അടുത്താണെങ്കിൽ കുറേ സാധനങ്ങളും ഉണ്ട്, അതാണ് ചെസ്റ്റിൽ വെക്കാൻ മറക്കുകയും ചെയ്തു പെട്ടെന്ന് ആവേശത്തിൽ. എന്നിട്ട് നമ്മളിത് മോളിൽ വച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇനി ഇവിടെ ഒരു കുഴി വെട്ടണം. അയ്യോ, നിൽക്കണ നോക്കി ഗൈസ്, മുത്തേ ഇപ്പം പോയായിരുന്നു. ഇതുണ്ടോ, ഷീപ്പ് വന്നായിരുന്നു, 2 ഷീപ്പ് വന്നായിരുന്നു. ഇപ്പോൾ ഒരു ഷീപ്പേ ഉള്ളൂ, ഒരു ഷീപ്പ് താഴെ പോയി. എന്തായാലും നമുക്ക് ഇവിടെ ജസ്റ്റ് ഒരു കുഴി ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് തള്ളിയിടാം. നമ്മളെന്തായാലും നമ്മളവിടെ ബ്ലോക്ക് വെക്കുകയാണ്. എന്തായാലും നമുക്ക് ഇവരെ മെല്ലെ അങ്ങ് തട്ടിയിടാം. ഈ പന്നിയും ഇതൊക്കെ പോയാലും കുഴപ്പമില്ല, പക്ഷേ ഷീപ്പ് പോയ സീനാണ് ഗൈസ്. ഷീപ്പ് മുഖ്യം ബിഗിലേ. എന്തായാലും നമുക്ക് എന്താ മുത്തേ കോഴി പോയിക്കോ, കുഴപ്പമില്ല. മുത്തേ സുഖമല്ലേ, എന്താ പരിപാടി? പോളാം എന്തോന്നാടാ, ഒന്ന് പോളാ, നിനക്ക് എന്നടാ. അവനെ അങ്ങ് എസ്റ്റ് തള്ളിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അത് സേഫ്. അവിടെ അടച്ചില്ലല്ലോ, അവനങ്ങനെ കൂടെ പോവോ? ദൈവമേ, സീനാണ്. അത് ആദ്യമേ ഈ വെള്ളം എടുക്കണം. എവിടെ? ഓ, ബക്കറ്റ് എടുത്തിട്ട് വെള്ളം. കോഴി അതിൻ്റെ ഇടയിൽ കൂടെ കാണിക്കണോ? എൻ്റെ മോനെ രാത്രിയാവൻ, അടിപൊളി. എന്തായാലും ഇത് മാറടാ മുത്തേ. ഒരു 1.5 ബ്ലോക്ക് സീരീസ് ആയത്, 1 ബ്ലോക്ക് ജസ്റ്റ് മാറിയപ്പോഴത്തേന് നമ്മൾ ഗ്യാപ്പ് ഇട്ട് അടച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അതങ്ങനെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇവന്മാരിടാനുള്ള കുഴി നമ്മളങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇതിൽ നമുക്കിതിൻ്റെ മോളിക്കും എല്ലാം കയറാം. അതിന് മുന്നേ ഈ പ്ലാങ്ക് നമ്മൾ എടുക്കട്ടെ. പ്ലാങ്കൊക്കെ ഭയങ്കര അത്യാവശ്യമുള്ള സാധനമാണ്. മുത്തേ ഒന്ന് മാറുമോ? അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഇതിന് നമ്മൾ കയറി വന്നിട്ടുണ്ട്. എന്തായാലും നമ്മളെന്തായാലും ജസ്റ്റ് അടയ്ക്കാൻ പോലും ബ്ലോക്കില്ല. എന്തായാലും നമ്മൾ പ്ലാങ്ക് വെച്ചിട്ട് അടച്ചിട്ടുണ്ട്. ബാക്കി വന്ന ബ്ലോക്ക് നമ്മൾ ഇതിലോട്ട് ഇടാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും ഇനി അഥവാ ആ വെള്ളം എടുത്ത് വെക്കട്ടെ. വെള്ളം പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ മുത്തേ, കഴിഞ്ഞു. വെള്ളമാണ് മെയിൻ സാധനം. എന്തായാലും അത് നമ്മളങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ബ്ലോക്ക് കൂടെ മൈൻഡ് ചെയ്യട്ടെ ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും കൂടുതൽ ഡേട്ടാകാരം. എന്തായാലും കുറച്ചുകൂടെ ബ്ലോക്കായി കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, അങ്ങനെ കുറച്ച് നേരത്തെ മൈനിങ്ങിന് ശേഷം
നമുക്കൊരു ചെസ്റ്റ് കിട്ടിയിട്ട് അതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. എൻ്റെ മോനെ ടോർച്ച് കിട്ടിയിട്ടുണ്ട്, സീഡ്സ് കിട്ടിയിട്ടുണ്ട്, പിന്നെ എന്തോ ഡയമണ്ടിൻ്റെ എന്തോ ഒരു സാധനമാണ് തോന്നുന്നു അതും കൂടെ കിട്ടിയിട്ടുണ്ട്. ഒക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ട്, സാപ്ലിങ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിന് മെല്ലെ എടുത്ത് വെക്കാം ഗൈസ്. ഓക്കെ, എവിടെ എല്ലാം അങ്ങോട്ട് മെല്ലെ നമുക്ക് ആദ്യം ആ ടോർച്ച് അങ്ങ് എടുത്തിട്ട് 4 മൂലയ്ക്ക് അങ്ങോട്ട് പ്ലേസ് ചെയ്യാം. ഇനി വെട്ടം കിട്ടും, ഇനി മോബ്സ് ഒന്നും സ്പോൺ ആവില്ല, അതുകൊണ്ട് രക്ഷപ്പെടാം ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഒരു ടോർച്ച് അതിൻ്റെ ഉള്ളിലും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലും ബാക്കിയൊക്കെ നമ്മൾ ചെസ്റ്റ് പെട്ടീൻ്റെ ഉള്ളിൽ കയറ്റാൻ പോവുകയാണ്. അഥവാ താഴത്തേക്ക് എങ്ങാനും പോയി കഴിഞ്ഞാൽ എല്ലാം പോയി ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്ക് മൈനിങ് തുടരാം ഗൈസ്. ഓക്കെ ഓക്കെ ഓക്കെ, മൈനിങ് ആണ് മെയിൻ. എന്തായാലും ഇതിനകത്ത് മൈനിങ് ഉണ്ടെങ്കിലേ പിടിച്ചേക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വേറെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ കാണാം. എൻ്റെ മോനെ കുറച്ചു നേരം കൂടെ മൈൻഡ് ചെയ്തപ്പോൾ എന്തോ ലവ് ഒക്കെ പോകുന്നുണ്ട്, എന്തോന്നാവോ ആർക്കറിയാം. ലവ് ഒക്കെ പോകുന്നുണ്ട്. അയ്യോ, എന്തായാലും നമുക്ക് അതൊക്കെ ഒന്ന് തുറന്ന് നോക്കാം അതിനകത്ത് എന്താന്ന്. കണ്ടിട്ട് എന്തോ സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. എന്തായാലും അതൊരു നല്ല തീരുമാനമാണ്. ഓക്കെ ഓക്കെ, നമുക്ക് എന്തായാലും സ്റ്റോൺ ടൂൾസും കൂടെ കിട്ടിയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് എന്തായാലും സ്റ്റോണിൻ്റെ ഐറ്റംസ് നമുക്ക് എന്തായാലും ഇപ്പോൾ ഉപയോഗിക്കേണ്ട. ബിക്കോസ് നമുക്ക് മറ്റേ ഇതില്ലേ എന്ത് ഇനി അഥവാ അയണൊക്കെ മതിയാണെങ്കിൽ നമ്മുടെ സ്റ്റോണിലേക്ക് കഴിഞ്ഞില്ലേ, സ്റ്റോണിൻ്റെ പിക്കാക്സ് ഒന്നും ഇല്ലെങ്കിൽ. അതുകൊണ്ട് നമ്മളിപ്പോഴും വുഡൻ സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമ്മളിപ്പോഴും മൈൻ ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ഇനിയും കുറച്ചുകൂടെ ബ്ലോക്ക് മൈൻ ചെയ്യട്ടെ ഗൈസ്. ഓക്കെ, ഇത് മൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മളെന്തായാലും ചെസ്റ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ വലിയൊരു അപ്ഡേറ്റ് ഉണ്ട്, നമ്മൾ ചെറുതായിട്ട് അത്യാവശ്യം എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് നമ്മളെ സ്ഥലം. കണ്ടില്ല, അടിക്ക് അത്യാവശ്യം നല്ല ഡേർട്ടൊക്കെ വെച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് മുത്തേ. ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഇമ്മാരി അപ്ഗ്രേഡാണ്. അപ്പോൾ അടുത്തതിലൊക്കെ എന്താകും കഴിച്ചു. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, സീനായിരിക്കും ഇനി വരാൻ പോണ എപ്പിസോഡൊക്കെ. നമ്മളെന്തായാലും ഇവിടെ ഫെൻസൊക്കെ വെച്ചിട്ട് ഇവന്മാർക്ക് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് നമ്മൾ സെറ്റാക്കി വച്ചിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊരു ഫിനിഷിങ് വർക്കും കൂടെ ഉള്ളു, വെറുതെ പറയാണ് ഗൈസ്. ഓക്കെ, എന്തായാലും ഫിനിഷിങ് അങ്ങനെ ആയിട്ടില്ല. നമുക്ക് ഇനി വരാൻ പോണ എപ്പിസോഡിലാണ് ഗൈസ് സാധനങ്ങൾ വരാൻ കിടക്കണത്, മനസ്സിലായില്ലേ? നമ്മൾ ഈ ഫസ്റ്റ് എപ്പിസോഡിന് ഇമ്മാരി സെറ്റപ്പ് ആലോചിച്ച് നോക്ക്. ഇനി വരാൻ പോണത് എമ്മാരി വലുതായിരിക്കും, ചിന്തിച്ചാൽ മതി. ഓക്കെ, നമ്മളെന്തായാലും ഡേർട്ടൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് അവിടെയും കൂടെ അങ്ങ് വെക്കാൻ പറ്റുമോ നോക്കട്ടെ. റീച്ച് ആവണുണ്ട്. എന്തായാലും അവിടെയും കൂടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടെയും കൂടെ അങ്ങ് വെച്ച് സെറ്റാക്കാം. കുറച്ച് കയ്യിൽ കുറച്ച് ഡേർട്ടും ഫെൻസ് ഇവിടെ ഇങ്ങനെ ചെസ്റ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് മോളിൽ പോകണ്ട. അതുകൊണ്ട് വുഡ് എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് ഇവിടെയും കൂടെ അങ്ങ് ക്ലോസ് ചെയ്യാം ഗൈസ്. ഓക്കെ, എവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, നമ്മൾ ഡേർട്ടൊക്കെ എടുത്തിട്ടുണ്ട്, ഡേർട്ടും വുഡൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനി അതൊക്കെ വെച്ച് ഇവിടെ ക്ലോസ് ചെയ്യാം ഗൈസ്. ഓക്കെ, എവിടെ എന്താ ഇനി ഉള്ളത്? ഒരു ഡേട്ടും കൂടെ വെക്കാം. എന്തായാലും ഇനി ഒരു ഡേട്ടും കൂടെ ബാക്കിയുണ്ട്, അത് എവിടെയെങ്കിലൊക്കെ ഇനി ഇതിൻ്റെ പുറത്ത് എങ്ങനെ പോവുക? ദിറ്റങ്ങളൊരു തൊഴിലും തരുന്നുണ്ടാവില്ല. ഇറങ്ങൽ അല്ല. പിന്നെ എന്തായാലും നമ്മൾ സെറ്റായിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇനി ഇവിടുന്ന് മെല്ലെ തെറിക്കണം. അതെ, ഇവിടെ ഒരു ബ്ലോക്ക് മിസ്സിങ് ആണല്ലോ, അതും കൂടെ അങ്ങ് വെച്ചിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇനി മെല്ലെ അങ്ങോട്ട് കയറാം. ഇവിടെ നമ്മൾ കോണിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് കയറി പോകാനൊക്കെ. എന്തായാലും നമ്മൾ സെറ്റായി ഗൈസ്. ഓക്കെ, നമ്മളെന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് എന്തായാലും മോളിൽ പോയിട്ട് ഇനി ഗ്രൈൻഡ് ചെയ്യാം, ചെസ്റ്റും കൂടെ അങ്ങ് പൊട്ടിക്കാം ഗൈസ്. ഓക്കെ, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മൾ അത്യാവശ്യമൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി അടുത്തതിൽ കിടിലം പോലത്തെ അപ്ഡേറ്റ് ആവും അടുത്ത സെക്കൻഡ് എപ്പിസോഡ് ഗൈസ്. എൻ്റെ മോനെ എന്തായാലും നമ്മൾ അടുത്ത ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. എൻ്റെ മോനെ സീനായിട്ടുണ്ട്. എന്തായാലും നമുക്ക് എന്തായാലും ഇവിടെ വെച്ചിട്ട് നമുക്ക് എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാൻ കഴിയും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്ന അറിയാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുകൊണ്ട് ആ മണി അങ്ങോട്ട് അടിച്ച് പൊട്ടിച്ച് എന്നാലുള്ളൂ ഞാൻ ഇടുന്ന വീഡിയോ പെട്ടെന്ന് കിട്ടുള്ളൂ ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ടിപ്സ് ആൻഡ് ട്രിക്ക് പറഞ്ഞു തരാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.